പടച്ചവനെ ഓർത്ത് നിങ്ങൾ ഈ വീഡിയോ കാണാതെയും മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാതെയും പോകരുതേ. ഒരു കുടുംബത്തിന്റെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. എന്റെ മക്കളാണ് എന്റെ ഓടിച്ചാടിക്കൽ നടന്നത്. ബുദ്ധിമുട്ട് ആരെ കേൾക്കാൻ വരെ നമുക്ക് അവസ്ഥയില്ല. എന്റെ മക്കളെ കഴിയുന്നത് ഞാൻ സഹായിക്കണം. നമ്മളും നിങ്ങളെ മക്കളെ പോലെ കളിച്ച് ചിരിച്ച് നടന്നതായിരുന്നു. പെട്ടെന്ന് ഈ അവസ്ഥയിലായത്. അപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും അവസ്ഥ കാണാൻ പറ്റുന്നില്ല. എല്ലാവരും നമ്മളെ സഹായിക്കണം. നമ്മൾ രണ്ടുടെ അവസ്ഥ ഇങ്ങനെയാണ്. നമ്മൾ ആരെങ്കിലും ഒരാളെങ്കിലും രക്ഷപ്പെടുത്തി തരുമോ? ലോകത്തിലൊരു പിതാവിന് ഇതേ ഒരു അവസ്ഥ വരരുത്. ഇപ്പൊ ആത്മഹത്യക്ക് വരെ ഞാൻ നിന്നതാണ്. പക്ഷെ മക്കളെ മുഖം നോക്കുമ്പോൾ ഒരു തോന്നുന്നില്ല. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എടയന്നൂർ എന്ന് പറയുന്ന പ്രദേശത്ത് മുസ്തഫ ഖാന്റെ വീട്ടിലാണ്. മുസ്തഫ ഖാന്റെ രണ്ട് മക്കളുടെ വളരെയധികം ദയനീയമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനുമാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സ്പൈനർ മസ്കുലാർ അട്രോഫി എന്ന SMA2 രോഗം ബാധിച്ച് ഒരു കുട്ടിക്ക് ഏകദേശം 75 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് ഒരു വർഷത്തേക്ക് നിംസ് നൽകിയിട്ടുള്ളത്. അപ്പൊ രണ്ട് കുട്ടികൾക്ക് ഒരു വർഷത്തെ ട്രീറ്റ്മെന്റ് 1.5 കോടി രൂപ വേണം പ്രിയപ്പെട്ടവരെ. നോക്കി നിൽക്കാനും കണ്ടു നിൽക്കാനും പറ്റാത്ത വല്ലാത്തൊരു ദയനീയമായ ഒരു അവസ്ഥ. ലോകത്ത് ഒരു പിതാവിനും ഇങ്ങനെ ഒരു ഗതി വരരുതേ എന്നും പറഞ്ഞ് നെഞ്ചു പൊട്ടിക്കരയുകയാണ് പാവം. ആത്മഹത്യ പോലും ചെയ്യാൻ ചിന്തിച്ചു പോയി. മക്കളുടെ മുഖം കാണുമ്പോൾ അതിനും സാധിക്കുന്നില്ല എന്നും പറഞ്ഞ് കരയുന്നത് കാണാൻ സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. 8ാം ക്ലാസ് വരെ എല്ലാ മക്കളെയും പോലെ ഓടിച്ചാടി നടന്ന മക്കൾ പെട്ടെന്ന് വൈകല്യങ്ങൾ വന്ന് വീൽചെയറിലായ മനസ്സ് വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കുടുംബത്തിൻ്റെത്. പ്രവാസിയായ പിതാവ് അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ നാട്ടിൽ നിന്ന് പ്രവാസ ലോകത്തേക്ക് പോകുമ്പോൾ ഉണ്ടായ മക്കളെല്ലാം തിരിച്ചു വന്നപ്പോൾ കണ്ടത് വൈകല്യങ്ങൾ വന്ന് വീൽചെയറിലായ തന്റെ മക്കളെ. ആ കാഴ്ച വല്ലാത്ത മനസ്സിന് ഷോക്കേറ്റ് പിന്നീട് പ്രവാസത്തേക്ക് തിരിച്ചു പോകാൻ സാധിച്ചില്ല. മക്കളെ ശുശ്രൂഷിച്ച് ഉള്ള സമ്പാദ്യങ്ങളെല്ലാം വിറ്റും കടം വാങ്ങിയും ചികിത്സിച്ചു. ഇപ്പോൾ വീട്ടിൽ ഭക്ഷണത്തിന് പോലും യാതൊരു മാർഗവുമില്ലാത്ത വളരെയധികം വേദനിപ്പിക്കുന്ന ഒരവസ്ഥ. ഉടനടി വേണ്ടുന്ന ചികിത്സകൾ നൽകിയില്ലെങ്കിൽ വൈകല്യങ്ങൾ കൂടി രണ്ട് മക്കളും വീൽചെയറിൽ നിന്ന് മാറി പൂർണ്ണമായി കിടപ്പിലാകുന്ന ഒരു അവസ്ഥയിലേക്കായി മാറുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഈ കുടുംബത്തിന്റെ അവസ്ഥ നമ്മൾ കണ്ട് ഈ കുടുംബത്തെ സഹായിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ പടച്ചവന്റെ മുമ്പിൽ നാളെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. സത്യത്തില് ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ.